ഏകദേശം 52,000 കോടിയുടെ അമൂല്യ നിധിയാണ് ഇന്ത്യയിൽ അധികം വിനിയോഗിക്കപ്പെടാതെ കിടക്കുന്നത്. രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നായി കണക്കാക്കാവുന്നതാണ് ഈ മാലിന്യം. റെഡ് സീർ സ്ട്രാറ്റജി കൺസൾട്ടൻസിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഈ മാലിന്യത്തിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്നതിലൂടെ $6 ബില്യൺ വരെ, അതായത് 52,096 കോടി രൂപ ലാഭം നേടാമെന്നാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ ഈ മാലിന്യ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുഎസും ചൈനയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് ഈ മാലിന്യം 2 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. 2014 2 മില്യൺ മെട്രിക് ടൺ ആയിരുന്നത് 2024 ആയപ്പോഴേക്കും 3.8 മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നു. നഗരവൽക്കരണമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഗാർഹിക മാലിന്യം, ബിസിനസ് രംഗത്ത് നിന്നുള്ള മാലിന്യം എന്നിവ ഉൾപ്പെടുന്ന ഉപഭോക്തൃ മേഖലയിൽ നിന്നാണ് ഈ മാലിന്യത്തിന്റെ 70% പുറന്തള്ളപ്പെടുന്നത്. ഈ മാലിന്യം ഉൽപാദനത്തിലും ട്രെൻഡുകൾ മാറിയിരിക്കുകയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ രൂപകൽപ്പന ചെറുതും കനം കുറഞ്ഞതുമാകുന്നുണ്ടെങ്കിലും പുറന്തള്ളപ്പെടുന്ന ഗാഡ്ജറ്റുകളുടെ അളവ് വർദ്ധിക്കുന്നതാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഉപഭോക്തൃ ഈ മാലിന്യത്തിന്റെ 16% മാത്രമാണ് പുനരുപയോഗ മാർഗങ്ങളിലൂടെ സംസ്കരിക്കപ്പെടുന്നത്. പുനരുപയോഗ മേഖല 2035 ആകുമ്പോഴേക്കും 17% വളരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഇന്ത്യയിലെ മൊത്തം ഈ മാലിന്യത്തിന്റെ 40% മാത്രമായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക. 10 മുതൽ 15% വരെ ഈ മാലിന്യം വീടുകളിൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നതും 8 മുതൽ 10% വരെ മാലിന്യ കൂമ്പാരങ്ങളിൽ വലിച്ചെറിയപ്പെടുന്നതും പുനരുപയോഗ പ്രക്രിയ ബാധിക്കുന്നുണ്ട്. ഈ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ചട്ടക്കൂട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറഞ്ഞ EPR ഫീസുകളും പരിമിതമായ പുനരുപയോഗ ശേഷിയും ഇതിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇലക്ട്രോണിക് മാലിന്യത്തിൽ നിന്ന് ലോഹം വീണ്ടെടുക്കുന്നതിന്റെ നിരക്കുകൾ മെച്ചപ്പെടുത്തുന്നതിനും വരുമാനം പരമാവധിയാക്കുന്നതിനും പുനരുപയോഗ ശൃംഖല ശക്തിപ്പെടുത്തേണ്ടത് നിർണായകമാണ്. ഇതിലൂടെ ഇന്ത്യയുടെ ലോഹ ഇറക്കുമതി $1.7 ബില്യൺ വരെ കുറയ്ക്കാനും ഉയർന്ന മൂല്യമുള്ള പുനരുപയോഗ ലോഹങ്ങളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കാനും സാധിക്കും. അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ തദ്ദേശ വകുപ്പിന് കീഴിലെ ക്ലീൻ കേരള കമ്പനി ഈ മാലിന്യം സ്വീകരിക്കുക ഇനി മുതൽ കിലോഗ്രാമിന് 55 രൂപയും 18% GSTയും എന്ന നിരക്കിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. നിലവിൽ 50 രൂപയും GSTയുമായിരുന്നു ഈടാക്കിയിരുന്നത്. ആപൽക്കരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഈ മാലിന്യങ്ങൾ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് നൽകുന്നത്. കയറ്റിറക്ക് കൂലി, ഗതാഗതം എന്നിവ കൂടാതെ സംസ്കരണത്തിനായി നൽകുന്ന തുക ഉൾപ്പെടെ കമ്പനിക്ക് 50 രൂപ ചെലവ് വരുന്നുണ്ട്. അതിനാൽ തന്നെ തുക പുതുക്കി നിശ്ചയിക്കണമെന്ന് ക്ലീൻ കേരള കമ്പനി MD സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുക പുതുക്കി നിശ്ചയിച്ച ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്.